റിലാക്സ്, റീകണക്ട് ആൻഡ് ക്രിയേറ്റ് അൺഫോർഗറ്റബിൾ മെമ്മറീസ്. നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലുമനെയാണ്. ഞാനിന്ന് നിൽക്കുന്നത് പകലകം റിസോർട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ബ്രോഷറിൽ കണ്ടതാണ് ഈ വേർഡ്, റിലാക്സ്, റീകണക്ട് ആൻഡ് ക്രിയേറ്റ് അൺഫോർഗറ്റബിൾ മെമ്മറീസ്. ഇതിലുള്ള പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴും. കുറേ കാലമായി പകലകം റിസോർട്ടിലേക്കൊന്ന് വരണം എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജയേട്ടൻ, അദ്ദേഹമാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത്ര കാലം വരാത്തതൊരു നഷ്ടമായി എന്നിപ്പോൾ തോന്നുന്നുണ്ട്. പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചെർപ്പളശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്കുള്ള വരുന്ന വഴിയിൽ കാറൽമണ്ണയിൽ നിന്നാണ് പകലകം റിസോർട്ടിലേക്ക് വരുന്നത്. കാളികടവ് പമ്പ് ഹൗസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് പകലകം റിസോർട്ട്. ഇവിടേക്ക് കുറച്ച് നേരത്തെ വരാമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു അന്തരീക്ഷം, ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി, ഇതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നമ്മുടെ പകലകം റിസോർട്ടിൽ 10 സ്യൂട്ട് റൂംസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ പകലകത്തുള്ളത്, നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റിൽ ഗ്രില്ലിനും അതുപോലെ ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കുട്ടികൾക്കാണെങ്കിലും ഫാമിലികൾക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും നല്ലൊരു സമയം ചിലവഴിക്കാനും സമാധാനപരമായിട്ട് താമസിക്കാനും പറ്റിയൊരു ഇടം, അതാണ് നമ്മുടെ പകലകം ടോ. അതിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട പല നിമിഷങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദർ ആവാം, ഫ്രണ്ട്സുമായിട്ടുള്ള നിമിഷങ്ങളാവാം, അതല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻസ് ആവാം, ബർത്ത്ഡേ ഫങ്ഷൻസ് ആവാം, അല്ലെങ്കിൽ മാരേജ് തന്നെ ആയിക്കോട്ടെ. അതിനെല്ലാം പറ്റിയിട്ടുള്ളൊരു ഇടമാണ് കേട്ടോ നമ്മുടെ പകലകം റിസോർട്ട്. അത് പറയാൻ കാരണം ഇവിടുത്തെ പാർട്ടി ഹാളിൽ 150 മുതൽ 200ഓളം ആളുകൾക്ക് പങ്കെടുക്കാം. അതുപോലെ ഓപ്പൺ ഏരിയയിൽ 500ഓളം ആളുകൾക്ക് പങ്കെടുത്തിട്ടുള്ള ഫങ്ഷൻസൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ റിവർ ഫിഷിംഗ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഇനിയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി, എന്നാൽ അധികം ദൂരെ അല്ലാതെ നമ്മൾക്ക് വന്ന് ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഇടമാണ് നമ്മുടെ പകലകം റിസോർട്ട് എന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, ജോലി ചെയ്യുന്നവരുണ്ടാവാം, പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവാം അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒന്ന് പകൽ വന്ന് കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം അത് നമുക്കിവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ വൈബ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ മനസ്സൊന്ന് റിലാക്സ് ആയിട്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു ഊർജം കിട്ടുന്നുള്ളത് ഇവിടെ വന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ കേട്ടോ.
പ്രകൃതിയോടൊത്ത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിക്കുകയാണെങ്കിൽ ഈ പകലകം റിസോർട്ട് നിങ്ങൾക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ ഒരു റിസോർട്ട് വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.